ഓഡിയൻസ് വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ മക്കളെ, നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്റർ ബിഹൈൻഡ് സെൻസേഷൻ, സംവേദനങ്ങൾ പിന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എൻ്റെ മക്കളോട് ക്രിസ്മസ് എക്സാമിന്, SSLC എക്സാമിന് ഇനി ചോദിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. ആദ്യം എല്ലാവരും നോക്കാം. റോൾ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ബൈ റെക്കഗ്നൈസിംഗ് ദ സെൻസ് ഓഫ് വിഷൻ ആൻഡ് ഡാർക്ക്നെസ്. ഇരുട്ടിൽ കാഴ്ച ഉളവാക്കുന്നതിന് ഗ്ലൂട്ടാമേറ്റ് നോക്കി വെക്കുക. ഗ്ലൂട്ടാമേറ്റ് വഹിക്കുന്ന പങ്കെന്ത്? അപ്പോൾ ഗ്ലൂട്ടാമേറ്റ് എന്താ? അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫോട്ടോ റിസെപ്റ്റർ പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഉദാഹരണമാണ് നമ്മളെ ഗ്ലൂട്ടാമേറ്റ്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം രാത്രി സമയങ്ങളിൽ ഇതിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഇപ്പം നമുക്ക് രാത്രി സമയങ്ങളിൽ ഒരു വസ്തുവിനെ കാണില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, കറുപ്പ് നിറഞ്ഞ വെള്ള നിറത്തിലെ ഒരു വസ്തുവിനെ കാണുക. അതിന് സഹായിക്കുന്ന റോഡ് കോശം, റോഡ് സെൽ നമ്മൾ പഠിച്ചതാണ്. അടുത്തതാണ് നമുക്കൊരു നല്ല ലൈറ്റിലൊരു വസ്തുവിനെ നല്ല കളർഫുള്ളായിട്ട് കാണാൻ സഹായിക്കുന്നതാണ് കോൺ കോശം, കോൺ സെൽ. നമ്മൾ ആ കണ്ണിൻ്റെ ഭാഗത്ത് പഠിച്ചതാണ്, റെറ്റിനയുടെ ഭാഗത്തും നമ്മളൊക്കെ പഠിച്ചതാണ്. ഓക്കെ, എൻ്റെ മക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ ഇത് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് രാത്രി സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് കിട്ടുന്നതും പകൽ സമയത്ത് നല്ല കളർഫുൾ ഇമേജ് കിട്ടുന്നതും എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞ ഈ വസ്തുവിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിനനുസരിച്ചാണ്. അതായത് രാത്രി സമയം ഡിം ലൈറ്റ് കാരണം വളരെ ലൈറ്റ് കുറവല്ലേ കാരണം, ആ സമയത്ത് നമ്മുടെ റെറ്റിനയിലുള്ള ബൈപോളാർ, റെറ്റിനെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടില്ലേ. ഫസ്റ്റത്തെ ഏതാണ്? ഗാംഗ്ലിയോൺ സെൽ ലെയർ, ഗാംഗ്ലിയോൺ കോശം പാളി. പിന്നെ ഏതാ? മറ്റേതേതാ? നമ്മുടെ ബൈപോളാർ. പിന്നെ ഏതാ? പ്രകാശഗ്രാഹി കോശങ്ങളുടെ പാളികളല്ലേ. അതായത് ഫോട്ടോ റിസെപ്റ്റർ സെൽ, ഗാംഗ്ലിയോൺ സെൽ ലെയർ, ബൈപോളാർ. ആ ബൈപോളാറിൽ രണ്ട് തരം കോശങ്ങളുണ്ട്. ഓൺ ബൈപോളാർ ഉണ്ട്, ഓഫ് ബൈപോളാർ ഉണ്ട്. ഇത് ഓർത്ത് വെക്കുക. അതായത് റെറ്റിനയിൽ 3 പാളികളുണ്ട്. റെറ്റിന അതായത് ദൃഷ്ടിപടലത്തിനെ 3ആയി തിരിച്ചിട്ടുണ്ട്. അതിലെ മൂന്നാമത്തിൽ നടുവിലുള്ള ഒരു പാളിയാണല്ലോ, ഒരു ലെയറാണല്ലോ ഏത്? ബൈപോളാർ. ബൈപോളാറിൽ 2 തരം കോശങ്ങളുണ്ട്. ഓൺ ബൈപോളാർ ഉണ്ട്, ഓഫ് ബൈപോളാർ ഉണ്ട്. അതായത് രാത്രി സമയങ്ങളിൽ നമ്മളൊരു റൂമിൽ ലൈറ്റ് ഓഫാക്കി, ഓഫല്ലേ. രാത്രി സമയങ്ങളിൽ ഈ ഓണും ഉണ്ട്, ഓഫും ഉണ്ട് ബൈപോളാറിൽ. രാത്രി സമയങ്ങളിൽ ഡിം ലൈറ്റ്, പ്രകാശം കുറവല്ലേ, അപ്പം ഓഫ് ബൈപോളാർ ആക്ടിവേറ്റ് ആവും, പ്രവർത്തിക്കും. അപ്പോൾ ഓൺ ബൈപോളാർ കോശം എന്താവും? ബൈപോളാർ എന്താവും? ഇനാക്റ്റീവേ. കാരണം ഒന്ന് ആക്റ്റീവ്, ഒന്ന് പ്രവർത്തിക്കും, മറ്റേത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഓഫ് ബൈപോളാർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ എന്തിൻ്റെ ഉൽപ്പാദനം കൂടും? ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനം കൂടും. ഓർത്തു വെച്ചോ, രാത്രി സമയമാണ്. രാത്രി സമയത്ത് ഓഫ് ബൈപോളാറിൻ്റെ ഉൽപ്പാദനം കൂടും, ഓൺ ബൈപോളാറിൻ്റെ ഉൽപ്പാദനം കുറയും, ഇനാക്റ്റീവ് ആവും. അങ്ങനെ ഓഫ് ബൈപോളാർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ റിസെപ്റ്റർ സെൽസിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് പ്രകാശഗ്രാഹി കോശങ്ങളുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനം കൂടും. ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനം കൂടുമ്പോൾ അത് നെർവ് ഇമ്പൾസസ്, നേത്രനാടി വഴി മസ്തിഷ്കത്തിൽ എത്തുമ്പോൾ ഓൾക്ക് മനസ്സിലാവും ഗ്ലൂട്ടാമേറ്റിൻ്റെ ഉൽപ്പാദനം കൂടിയിരിക്കണ്. അപ്പോൾ ഇതെന്താണ്? ഡാർക്കാണ്, രാത്രി സമയമാണ്. അപ്പോൾ എന്താവും? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ഉണ്ടാവും. എന്നാൽ ലൈറ്റിൽ എന്തേ കാര്യം? നല്ല ലൈറ്റിലാവുന്ന സമയത്ത് ഓഫാണോ ഓൺ ബൈപോളാർ ആണോ ആക്റ്റീവ് ആവുക? ലൈറ്റ് ഉണ്ടാവുമ്പോൾ ഓൺ ബൈപോളാർ. അതായത് ഇതെന്താ നിങ്ങൾക്ക്? അതായത് ബൈപോളാറിൽ കാണുന്ന 2 കോശങ്ങളാണ്, 2 സെല്ലുകളാണ്. ഓൺ ബൈപോളാർ ആക്റ്റീവ് ആവും, മറ്റേതെന്താവും? ഓഫ് ബൈപോളാർ എന്താവും? ഇനാക്റ്റീവ് ആവും. അപ്പോൾ എന്തിൻ്റെ പ്രൊഡക്ഷൻ കുറയും? ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഗ്ലൂട്ടാമേറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയും, ഉൽപ്പാദനം കുറയും. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും, മസ്തിഷ്കത്തിന് മനസ്സിലാവും ഈ സമയം പകലാണ്. അപ്പോൾ നല്ല കളറിൽ ഇമേജ് നിൽക്കും. അപ്പോൾ അതാണ് നമുക്ക് ആൻസറിലേക്ക് നോക്കി നോക്കാം. ഗ്ലൂട്ടാമേറ്റ് ആക്ട് ആസ് ദ പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ഫോട്ടോ റിസെപ്റ്റർ. പ്രകാശഗ്രാഹിയിലെ പ്രാഥമിക ന്യൂറോ ട്രാൻസ്മിറ്ററായി പ്രവർത്തിക്കുന്നത് ഗ്ലൂട്ടാമേറ്റ് ആണ്. അത് ഓർത്തു വെക്കുക. ഗ്ലൂട്ടാമേറ്റ്, വാട്ട് ഈസ് ഗ്ലൂട്ടാമേറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഇനി അടുത്തത് ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ് ആണ് നമുക്ക് എന്താണ് ഡാർക്ക്നെസ്സും ലൈറ്റൊക്കെ നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി വെക്കുക. ഇൻ ഡാർക്ക്നെസ്, അതായത് ഇരുട്ടുള്ള സമയത്ത് ഫോട്ടോ റിസെപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞു. ഓൺ ബൈപോളാർ കോശം അതായത് പ്രവർത്തനരഹിതമാകുമ്പോൾ ഓഫ് ബൈപോളാർ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഉത്തേജിക്കും. രാത്രി സമയത്ത് ഓഫാണ് ഉത്തേജിക്കുക, നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുക. അപ്പോൾ ഓഫ് ബൈപോളാർ രാത്രി സമയത്ത് ഉത്തേജിക്കും, ആക്റ്റീവ് ആവും. അപ്പോൾ ഓൺ എന്താവും? ഇനാക്റ്റീവ് ആവും, ഉത്തേജിക്കാതെക്കും, പ്രവർത്തിക്കാതെക്കും. അപ്പോൾ പ്രകാശത്തിൻ്റെ ആവേഗങ്ങൾ കൊണ്ട് നേത്രനാടികൾ മസ്തിഷ്കത്തിലെത്തുന്നു.
ഇരുട്ടാണെന്ന് ബോധ്യമാക്കും. ഓഫ് ബൈപോളാർ കോശത്തിൻ്റെ പ്രവർത്തനം കൂടുന്നെങ്കിൽ നമ്മളെന്താവും, പ്രകാശത്തിൻ്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങൾ രൂപപ്പെടുത്തി നേത്രനാടി വഴി മസ്തിഷ്കത്തിലെത്തും. അങ്ങനെ മസ്തിഷ്കത്തിലെത്തി. ഇനി അടുത്തതാണ് നോക്ക്, അടുത്തത് ഇൻ വിഷൻ. പകലാകുന്ന സമയത്ത് സിമ്പിളാണ്. പകലാവുന്ന സമയത്ത് എൻ്റെ മക്കൾ ഇത്ര മനസ്സിലാക്കി വെച്ചത്, പകലാവുമ്പോൾ ഓൺ ബൈപോളാർ. അപ്പോൾ ഓണും ഓഫൊന്നും നിൻ്റെ മക്കൾക്ക് ബുദ്ധിമുട്ടാവണ്ട. സാർ ഇതിൻ്റെ ലൈവായിട്ട് ഇന്ന് കൃത്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണിൻ്റെ ഭാഗങ്ങൾ, ചെവിയുടെ ഭാഗങ്ങൾ എല്ലാം എൻ്റെ മക്കൾക്ക് സെറ്റാക്കി പഠിക്കുന്നുണ്ട്. ഓണും ഓഫും ബൈപോളാറും ഈ ഫോട്ടോ റിസപ്റ്റർ കേട്ട് പേടിക്കണ്ട, ഒക്കെ സിമ്പിളാക്കിയിട്ട് ലൈവ് ഇന്ന് എന്നാണോ കാണുന്ന മക്കളാണെങ്കിൽ ആ ലൈവിൻ്റെ സെക്ഷനിൽ പോയി ഇന്ന് കാണാം. അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കുട്ടികൾ ഇന്ന് കൃത്യം ഏർക്ക് പാടാം. നമ്മൾ ഇതിന് സെറ്റാക്കി പറയുന്നുണ്ട്. ഇപ്പം ഈ കണ്ടന്റ് കേൾക്ക്. ഇൻ വിഷൻ ആണെങ്കിൽ, അതായത് നമുക്ക് പകൽ സമയത്താണെങ്കിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് നോട്ട് പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്. പകൽ സമയത്ത് ഗ്ലൂട്ടാമേറ്റ് ഉണ്ടാക്കുന്നില്ല. അതിന് കാരണം ഓൺ ബൈപോളാർ സെൽ ബിക്കം ആക്ടിവേറ്റ്. അതായത് പകൽ സമയത്ത് ഓൺ ബൈപോളാർ എന്താവും, നല്ല ആക്റ്റീവ് ആവും. ഓഫ് ബൈപോളാർ ഇൻആക്റ്റീവ് ആവും. ഇത് മറ്റേ ഓപ്പോസിറ്റ് അടിച്ചാൽ മതി. അപ്പോൾ എന്താവും, ദാറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഫ്രം ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദി ഒപ്റ്റിക് നെർവ് ക്രിയേറ്റ് സെൻസ് ഓഫ് വിഷൻ. നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നു. അതായത് ഓൺ ബൈപോളാർ കോശങ്ങൾ സജീവമാവുകയും ഓഫ് ബൈപോളാർ കോശങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നു. പ്രകാശ സമയത്ത് എന്താവും, ഓണാണ് പ്രവർത്തിക്കുക, ഓഫാണ് എന്താവുക പ്രവർത്തിക്കാതിരിക്കുക. അപ്പോൾ ഓൺ ബൈപോളാർ കോശങ്ങൾ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ആവേഗങ്ങൾ രൂപപ്പെടുത്തി നേത്രനാടി വഴി മസ്തിഷ്കത്തിലെത്തി കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു കണ്ടന്റ് എൻ്റെ മക്കൾ എന്താവണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പുതിയതായി വന്ന കണ്ടന്റ് ആയതുകൊണ്ട് ഏതെൻ്റെ മക്കളോട് എന്തായാലും ക്വസ്റ്റ്യൻസിൽ നിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നിരിക്കോടാ. ഈ ജുനുസാറ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാതെ നിന്നിട്ടില്ല. അപ്പോൾ എന്തായാലും എന്താവുക, എൻ്റെ മക്കൾ പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് റിവിഷൻസ് നമ്മളെ ലൈവ് കൃത്യം ഏറെക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക. ഇനി ഈ ലൈവ് കഴിഞ്ഞിട്ട് കാണുന്നവരാണെങ്കിൽ ലൈവിൻ്റെ സെക്ഷനിൽ എന്താണ് ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.